ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ടൂളിൻ്റെ അപ്ഡേഷൻ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂള് ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ മാക്സിമം ഞാൻ റിലീസ് ചെയ്യാം. കുറച്ചൊരു ടെസ്റ്റിംഗ് കൂടി ഉണ്ട്, അത് കഴിയുമ്പം റിലീസ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ടൂളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് അഗ്രസീവ്, ഒന്ന് ഡിഫെൻസീവ്. ഓക്കെ, SMTT Pro Plus അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതിൽ രണ്ടാമത്തെ ടൂള് ഡിഫെൻസീവിൻ്റെ സ്ഥലത്തേക്കായിരിക്കും ഈ ഒരു ടൂള് റീപ്ലേസ് ആകുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാർട്ടിൽ അപ്ഡേറ്റ് ആയിക്കൊള്ളും. ഓക്കെ, ഇപ്പോൾ ഇത് ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ്. ഈ ഒരു ടൂള് കംപ്ലീറ്റ്ലി ഒരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിനൊക്കെ വേണ്ടി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുണ്ട് ഓട്ടോ പൈലറ്റ് മോഡിനകത്ത് ഇതിനകത്ത് നമുക്ക് സെയിം അതിലുള്ള പോലെ തന്നെ 3 എൻട്രി മോഡ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മളുടെ അഗ്രസീവ് ടൂളിലുള്ള എൻട്രി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്വിംഗ് എൻട്രി കൂടി ഉണ്ട്. ഓക്കെ, ബട്ട് ആ ഒരു ടൂളിൽ നമുക്ക് ഒരു ടൈമിൽ ഒരു എൻട്രി മോഡാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അങ്ങനെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു ടൂളിനകത്ത് ഇത് സ്കാൽപ്പിങ്ങിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ എൻട്രി മോഡും അറ്റ് എ ടൈമിൽ നമ്മളുടെ ചാർട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് ഞാനിപ്പം ഇവിടെ സ്കാൽപ്പിംഗ് ആൻഡ് ഫാസ്റ്റ് എൻട്രി ഇട്ടു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങിന് യെല്ലോ കളർ ക്യാൻഡിലും ഫാസ്റ്റ് എൻട്രിക്ക് ബ്ലൂ കളറും കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്കാൽപ്പിങ്ങിന് യെല്ലോ കളർ ക്യാൻഡിൽ, അതുപോലെ തന്നെ ഫാസ്റ്റ് എൻട്രിക്ക് ബ്ലൂ കളർ. അപ്പം രണ്ട് എൻട്രി നമുക്ക് ചാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ എൻട്രിയാണ് വന്നിട്ടുള്ളതെന്ന്. ഇത് അഡ്വാൻസ് കൺസെപ്റ്റാണ്. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു എൻട്രി മോഡൊക്കെ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ബാലൻസ്ഡ് എൻട്രി മോഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണിക്കും. കണ്ടോ, ഇവിടെ വന്നാണ് ബാലൻസ്ഡ് എൻട്രി മോഡ് അനുസരിച്ച് സെല്ല് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് എൻട്രി മോഡ് ഇവിടെ ഒന്ന് ചേഞ്ച് ആയി, ബട്ട് ഇവിടെ MTL ഉണ്ട്. സോ വീണ്ടും റിജക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ വീണ്ടും സ്കാൽപ്പിങ്ങിൻ്റെ സെൽ എൻട്രി വന്നു, അതുപോലെ തന്നെ വീണ്ടും ബാലൻസിൻ്റെ സെൽ എൻട്രി വന്നു, പ്രൈസ് ഡ്രോപ്പ് ആയി. മനസ്സിലായോ? അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൂടി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഷോ എൻട്രി ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണ് എൻട്രി വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട് സ്കാൽപ്പിംഗ് ആകുമ്പോൾ നമുക്കൊരു 2 പോയിന്റ്, അതായത് ഒരു 20 പിപ്പ് 30 പിപ്പിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ വരുന്നുള്ളൂ. അത്രയും കൂടി വേണ്ട. ഈവൻ 1 പോയിന്റ് തന്നെ, അതായത് 10 പിപ്പ് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ സ്കാൽപ്പിങ്ങിലൊക്കെ ആകുമ്പം നമുക്കത് ക്വാണ്ടിറ്റി കൂട്ടിയൊക്കെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് പഠിച്ചിട്ടേ ഉള്ളൂ ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. ഓക്കെ, അപ്പം ഈ 3 എൻട്രി മോഡും ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ അത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് സിസ്റ്റം ട്രേഡിംഗ് കൺസെപ്റ്റും ഡൈനാമിക് കൺസെപ്റ്റും സെയിം അതുപോലെ തന്നെ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഡൈനാമിക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കാണിക്കുന്നത്, സ്റ്റാർലൈൻ സപ്പോർട്ട് വേവ് ആയിരിക്കും കാണിക്കുന്നത്. സിസ്റ്റം ട്രേഡിംഗ് കൺസെപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ സ്ട്രക്ചർ കൂടെയും കാണിക്കും. ഓക്കെ, ക്ലിയർ? ഇനി ഇതിനകത്ത് സിസ്റ്റം ബേസ്ഡ് കൺസെപ്റ്റിനകത്ത് തന്നെ, അതായത് ഈ ഒരു സെക്ഷനകത്ത് തന്നെ നമുക്ക് മോഡ് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ മോഡിനകത്ത് 2 രീതിയിലുള്ള മോഡ് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ കിടക്കുന്നത് അഗ്രസീവ് മോഡാണ്. ഇനി ഇതിനകത്ത് ഡിഫെൻസീവ് മോഡ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണ് 50-50 റേഞ്ച് വരുന്നത്, അതായത് ട്രെൻഡ് ചേഞ്ച് ആകാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആകുന്ന സ്ഥലം, അല്ലെങ്കിൽ 50-50 ചാൻസ് ഉള്ള മോഡിൽ, അല്ലെങ്കിൽ 50-50 ചാൻസ് ഉള്ള ഏരിയയിൽ ആഷ് കളർ വരും. അതായത് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 MTLും വെവ്വേറെ ദിശയിൽ നിൽക്കുമ്പോഴാണ് 50-50 സംഭവിക്കാൻ ചാൻസ് ഉള്ള ഏരിയ. കാരണം ഇവിടെ നിന്ന് MTLൻ്റെ റേഞ്ച് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ MTLൻ്റെ കളർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. മെയിൻ MTL അനുസരിച്ച് താഴേക്ക് തന്നെ ഡ്രോപ്പ് ആകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏരിയയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ 50-50 റേഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സേഫ് ആയിരിക്കും ആ ഏരിയയിൽ, അല്ലെങ്കിൽ നമ്മളപ്പം കെയർഫുൾ ആവും അവിടെ. ഓക്കെ, പിന്നെ ഇതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ബേസ്ഡ് കളർ ക്യാൻഡിൽ, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ, അതായത് MTL ടച്ച് ചെയ്യുമ്പം കളർ മാറുന്ന ക്യാൻഡിൽ, ഇതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫെൻസീവ് മോഡ് അനുസരിച്ചുള്ള ക്യാൻഡിൽ വേണം. അതായത്
ഇവിടുന്ന് സെല്ല് നടന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം റെഡ് ക്യാൻഡിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഒന്നും കാണിക്കത്തില്ല. അതായത് ഈ മുകളിലേക്കുള്ള പുൾ ബാക്ക് ക്യാൻഡിൽ ഒന്നും നമുക്ക് ഗ്രീൻ ആയിട്ട് കാണിക്കത്തില്ല, ആ ട്രെൻഡിൻ്റെ ബേസിൽ തന്നെ കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതുണ്ടോ, ഈ ഒരു ഏരിയയിൽ കയറി കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് കയറി കഴിഞ്ഞാൽ ക്യാൻഡിലും ആഷ് കളർ ആയിരിക്കും കാണിക്കുന്നത്. അതായത് 50-50 റേഞ്ച് ആണെന്ന് കാണിച്ചു തരുവാണ്. ദെൻ സെല്ല് നടന്നു കഴിഞ്ഞാൽ ഇവിടെ റെഡ് ആയിരിക്കും കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുണ്ടോ, ഇവിടെ സെല്ല് നടന്നു, ഫുൾ ക്യാൻഡിൽ റെഡ്, ദെൻ 50-50 റേഞ്ചിൽ ആഷ് കളർ, ദെൻ സെൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽസിൻ്റെയൊക്കെ പല രീതിയിൽ നിങ്ങൾ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മേജർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ട്രെൻഡ് അനുസരിച്ച് വരും. മൈനർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിഡിൽ എം ടി എല്ലിൻ്റെ ബേസ് ആയിരിക്കും പിന്നെ ക്യാൻഡിൽ കളർ വരുന്നത്. പിന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ എം ടി എല്ലിൽ ടച്ച് ചെയ്യുമ്പം യെല്ലോ കളർ കാണിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാനത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നോക്കിയേ, ഡൈനാമിക് ബാർ ബേസ്ഡ് കളർ, അതായത് ഈ ഒരു സ്റ്റാർ ലൈൻ്റെയും സപ്പോർട്ട് വേവിൻ്റെയും ബേസിൽ വരുന്ന കളറായിരിക്കും ഈ ഒരു സ്റ്റാർ ലൈൻ ബേസ്ഡ് ബാർ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കളറിൽ കാണിക്കും. സോ നിങ്ങൾക്ക് പുൾ ബാക്കുകൾ മനസ്സിലാക്കാം. പുൾ ബാക്ക് കഴിഞ്ഞ് നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതുണ്ടോ SMC കൺസെപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പം നമുക്കൊരു MS BS അല്ലെങ്കിൽ ചോച്ച് അല്ലെങ്കിൽ ബോസ് ഇത് വരുന്നത് എന്ത് ബേസിലാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഹൈലോ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലോസും ആക്കാം. അത് SMC യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ SMC പ്ലോട്ട് ആവും. ഓക്കെ, MS BS, അതായത് നമ്മളുടെ ഇതിനകത്ത് MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോച്ചാണ്, BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് FEG വാല്യൂ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. FEG വാല്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് നമുക്കൊരു സപ്ലൈ ഡിമാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് FEG വാല്യൂ. ഓക്കെ, ദെൻ ഞാനിത് ഓഫ് ചെയ്യാം. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആരുടെ ഓർഡറിനെയാണ് നമ്മൾ പിടിക്കാൻ പോകേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ സെല്ല് വന്നു. സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൈൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന്. അതായത് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് ഇതെന്നുള്ളത്. സോ നമുക്ക് ഇവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ HTF ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ബ്രോഡർ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുകൊണ്ട് ഇവിടെ പുറകിൽ നോക്കിയേ, ഞാൻ ഈ സ്ട്രക്ചർ ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, ബ്രോഡർ ട്രെൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതിനെയൊന്നും നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്യരുത്. ബട്ട് അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇനി ബ്രോഡർ ട്രെൻഡിൽ ടച്ച് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ HTFൽ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽസ് എല്ലാം വൈറ്റ് കളറായിട്ട് കാണിക്കും. ഓക്കെ, സോ അത് പുൾ ബാക്ക് എൻട്രിയാണ്. ഡീപ്പ് പുൾ ബാക്കിൽ വരുന്ന എൻട്രീസ് ആണ് അതൊക്കെ. അപ്പം നിങ്ങളിപ്പം HTF MTLൂടെ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ പറയുകയേ വേണ്ട, വളരെ പവർഫുൾ ആയിരിക്കും അത്. അവിടേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഏരിയയൊക്കെ ആയിരിക്കും ഇൻഡയറക്ട്ലി. നമ്മളത് അങ്ങനെ നോക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ കൂടി ടാക്കിൾ ചെയ്തിട്ടാണ് ഈ ടൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കണം. അവിടെ ഓൾറെഡി ഒരു പ്രൈസ് ആക്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് അവിടുന്ന് പ്രൈസ് പോരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളുടെ വിഷ്വലി നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ മാനുവലി പോയി ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാം വരച്ച് കുറിച്ച് എടുത്ത് വേണം ചെയ്യാൻ വേണ്ടി. ഇത് ഓട്ടോമാറ്റിക്കലി ടൂൾ തന്നെ കാണിച്ചു തരും. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ HTF ഞാൻ ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ MTL ആണ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് അതാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഏത് MTL റേഞ്ച് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, 15 മിനിറ്റ് അനുസരിച്ച് ഡിമാൻഡ് സപ്ലൈ എവിടെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ പ്രൈസ് വന്ന സമയത്ത് ഇത് ഇവിടെയായിരുന്നു. അപ്പോൾ പ്രൈസ് നേരെ കയറി ചെന്നത് 15 മിനിറ്റിൻ്റെ MTL റേഞ്ചിലേക്കാണ്. ദെൻ ഡ്രോപ്പായി. ഓക്കെ, അത് കഴിഞ്ഞ് 4 അവർ ക്ലോസ് മാർക്കറാണ്. അതായത് 4 മണിക്കൂറിൻ്റെ ക്ലോസ് ടൈം അറിയണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് മുകളിൽ വന്ന് ഇവിടെ ഇപ്പോൾ ഈ ഒരു 4 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ആയതാണ്.
അതായത് ഓപ്പണും ക്ലോസും സെയിം ആയിരിക്കും വരുന്നത്. ഒന്നിൻ്റെ ക്ലോസ് ആണല്ലോ മറ്റേതിൻ്റെ ഓപ്പൺ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അലേർട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടൂള് അഡ്വാൻസ് ബേസ്ഡ് കൺസെപ്റ്റ് ആണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് നേരെ ഒരു 15 മിനിറ്റിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും പിന്നെ അവിടെ കാണിക്കത്തില്ല. അവിടെ നിങ്ങൾക്ക് SMC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ FEG വാല്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ MTLും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ടൂള് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. 2 ടൂള് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് ഈ ഒരു ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 15 മിനിറ്റ് അനുസരിച്ച് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം അതനുസരിച്ച് നമ്മൾ നേരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമ്മൾ ആക്ഷൻ എടുക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പം കുറച്ച് നേരം കൂടി എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് ബാക്കി കാര്യങ്ങൾ, എന്നിട്ട് ഇത് റിലീസ് ചെയ്യും ഞാൻ. ഓക്കെ, ഇതന്നെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.